കറി വെണ്ടിക്ക തേങ്ങ അരച്ച കറി, മുളക് പൊടി, തേങ്ങ, മുളക് പൊടി ഇട്ട് തേങ്ങ അരച്ചത്, തേങ്ങയും ഉള്ളിയും കൂടെ അരച്ച കറി, വെണ്ടിക്ക തേങ്ങ അരച്ച കറി, മുളക് പൊടി, തേങ്ങ, മുളക് പൊടി ഇട്ട് തേങ്ങ അരച്ചത്, തേങ്ങയും ഉള്ളിയും കൂടെ അരച്ച് ഉലുവാപ്പൊടി വേണമെങ്കിൽ ശകലം ഒരു തുള്ളി ഉലുവാപ്പൊടി, നല്ല മണം കിട്ടും. എന്നിട്ട് ഇതിപ്പോ തിളച്ച് വന്നേ, തിളച്ച് വരണം, ചെറുതായിട്ട് പഴമായിട്ട്. എന്നിട്ട് തീ കുറച്ച് വയ്ക്കും. എന്നിട്ട് ഇനിയിപ്പം ഇത് ഇറക്കി വയ്ക്കാം. കറി ഇത് വേണമെങ്കിൽ പുളിയും കൂടെ, പുളിപ്പില്ലെങ്കിൽ പുളിയും കൂടെ ചേർക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒത്ത് വറുത്ത പൊടിയാണ്, മീനിൻ്റെ പൊടി പോലെ. തേങ്ങയോടെ അരച്ച് ചേർത്തിട്ട് കട്ടിയായിട്ട് വെക്കണം. വേണമെങ്കിൽ ഇത്തിരി വെള്ളം ചേർക്കാം. ഉപ്പ് കഴിക്കണം, ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ കഴിക്കും. വേണമെങ്കിൽ ജീരകവും ചേർക്കാം, ജീരകം ചേർക്കണ്ട, ജീരകം ചേർക്കാൻ കൊള്ളൂ. ഉളുപ്പില്ലെങ്കിൽ ഇച്ചിരി പുളി കൂടെ ചേർക്കാം. ഇച്ചിരി കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും. നല്ല തിളച്ച് വരുമ്പോൾ കട്ട് ചെയ്യാം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇച്ചിരി ശകലം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇച്ചിരി കുറുകി വരുമ്പോഴത്തേക്കും ഉപ്പ് നോക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഇനി വേണമെങ്കിൽ കടുകിടാം, 2-3 5-6 കടുക്, 2 തന്നെ മതി. ചേരുന്നുണ്ട് കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ഉള്ളിയും കൂടെ ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. അതാണ് പണ്ടത്തെ വീട്ടമ്മമാർ ചെയ്യുന്നത്. നേരത്തെ ഒന്നും ഇപ്പോഴത്തെ പുതിയ മോഡലിലൊന്നും അരിഞ്ഞു വയ്ക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു മോഡലും ഇല്ല, എല്ലാം പഴയ മോഡലാണ്. പുതിയ തലമുറയാണെങ്കിലും പഴയ മോഡലാണ്. എല്ലാം ഇത് ഇളക്കി, പുതിയ പാത്രങ്ങളൊന്നുമല്ല, പഴയ പാത്രങ്ങളിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലൊരു മൂത്തിട്ട് ഇച്ചിരി മൂക്കട്ടെ, ചുമന്ന് വരണ്ടപ്പോൾ കറിവേപ്പില ഇടാം. നെല്ലിക്ക കറിക്ക് കടുക് താളിച്ച് ഒരുള്ളി ഇട്ട് മൂത്തിട്ട്, നല്ല കറിയാണ്. ഞാൻ ഇത് 2ാമത്തെ പ്രാവശ്യം വയ്ക്കുന്നത്. ആദ്യം വെച്ച് എല്ലാവരും കൂട്ടി കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് 2ാമത്തെ പ്രാവശ്യം വയ്ക്കുന്ന കറിയാണ്. 2ാമത് വെച്ചപ്പോഴത്തേക്കാണ് ഇപ്പം വീഡിയോയിലെടുത്തത്. ചെറിയ ഉള്ളിയും കരിവേപ്പിലയും വെക്കണം. വറ്റല മുളകൊന്നും ഞാൻ അങ്ങനെ ഇടുന്നത് ഉപയോഗിക്കാം. ഉള്ളി ചുമന്ന് തുടങ്ങി ഇച്ചിരി കൂടെ മൂത്തിട്ട്, നല്ലോണം മൂത്താലേ ആ രുചി വരും. ഇത് മുളക് പൊടി ഇടണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചീനിച്ചട്ടിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച്
മീനിൻ്റെ അരയ്ക്കുമ്പോഴത്തെ പൊടിയാണ്. അത് ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ തേങ്ങ അരച്ച് ഒരു ഉള്ളിയും കൂടെ അരച്ച് ചേർത്ത് പുളി ഉണ്ടാകും നോക്കണം. പുളി ഇല്ലെങ്കിൽ പുളി ഇടണം. അപ്പോൾ പുളി വേണ്ട, പുളി ഉണ്ടാകുന്നു. അപ്പോൾ അതെല്ലാം അരപ്പ് തിളച്ച് വന്ന് ഇറക്കി വെച്ച്. അപ്പോൾ ഞാൻ വെച്ച അന്ന് നല്ലതായിരുന്നു. നമുക്ക് കടുക് താളിച്ച് അത് കഴിഞ്ഞ് ഇനി അതിലിടാൻ പോവുകയാണ്. ഉള്ളി ഞാൻ നേരത്തെ ഒന്നും അരിഞ്ഞ് വയ്ക്കൂല, സമയമാകുമ്പോഴത്തേക്ക് എടുത്ത് അരിയുള്ളൂ. വീട്ടിൽ സാധാ ചെയ്യുമ്പോൾ ഉള്ളി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരു തുള്ളി വെളിച്ചെണ്ണ. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചാലും കൊള്ളൂല. എന്നിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. പാടൊന്നുമില്ല, എളുപ്പമുള്ള പണിയാണ്. കട്ടി കൂട്ടിയും വയ്ക്കാം, കുറച്ചും വയ്ക്കാം, എങ്ങനെയാണെങ്കിലും വയ്ക്കാം. കടുക് ഇടാം, 2-3 കടുക്, 5-6 കടുക്, 2 തന്നെ മതി. ഇത് ചേരുന്നുണ്ട്. കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ഉള്ളിയും കൂടെ ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞ് ചേർക്കുന്നത്. അതാണ് പണ്ടത്തെ വീട്ടമ്മമാർ ചെയ്യുന്നത്. നേരത്തെ ഒന്നും ഇപ്പോഴത്തെ പുതിയ മോഡലിലൊന്നും അരിഞ്ഞ് വയ്ക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു മോഡലും ഇല്ല, എല്ലാം പഴയ മോഡലാണ്. പുതിയ തലമുറയാണെങ്കിലും പഴയ മോഡലാണ്. എല്ലാം ഇത് ഇളക്കി, പുതിയ പാത്രങ്ങളൊന്നുമല്ല, പഴയ പാത്രങ്ങളിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലൊരു മൂത്തിട്ട് ഇച്ചിരി മൂക്കട്ടെ. ചുമന്ന് വരുമ്പോൾ കറിവേപ്പില ഇടാം. നെല്ലിക്കക്കറിക്ക് കടുക് താളിച്ച് ഉള്ളി, ഒരുള്ളി ഇട്ട് മൂത്തിട്ട് നല്ല കറിയാണ്. ഞാൻ ഇത് 2ാമത്തെ പ്രാവശ്യം വയ്ക്കുന്നത്. ആദ്യം വെച്ച് എല്ലാവരും കൂട്ടി കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് 2ാമത്തെ പ്രാവശ്യം വയ്ക്കുന്ന കറിയാണ്. 2ാമത് വെച്ചപ്പോഴത്തേക്കാണ് ഇപ്പം വീഡിയോയിലെടുത്തത്. ചെറിയ ഉള്ളിയും കരിവേപ്പിലയും വെക്കണം. വറ്റല മുളകൊന്നും ഞാൻ അങ്ങനെ ഇടുന്നത് ഉപയോഗിക്കാം. ഉള്ളി ചുമന്ന് തുടങ്ങി ഇച്ചിരി കൂടെ മൂത്തിട്ട് നല്ലോണം മൂത്താലേ ആ രുചി വരും. ഇത് മുളക് പൊടി ഇടണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചീനിച്ചട്ടിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് മീനിൻ്റെ അരയ്ക്കുമ്പോഴത്തെ പൊടിയാണ്. അത് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ തേങ്ങ അരച്ച് ഒരു ഉള്ളിയും കൂടെ അരച്ച് ചേർത്ത് പുളി ഉണ്ടാകും നോക്കണം. പുളി ഇല്ലെങ്കിൽ പുളി ഇടണം. അപ്പോൾ പുളി വേണ്ട, പുളി ഉണ്ടാകുന്നു. അപ്പം അതെല്ലാം അരപ്പ് തിളച്ച് വന്ന് ഇറക്കി വെച്ച്. അപ്പോൾ ഞാൻ വെച്ച അന്ന് നല്ലതായിരുന്നു. നമുക്ക് കടുക് താളിച്ച് അത് കഴിഞ്ഞ് ഇനി അതിലിടാൻ പോവുകയാണ്. കറി ഇത് വേണമെങ്കിൽ പുളിയും കൂടെ, പുളിപ്പ് ഇല്ലെങ്കിൽ പുളിയും കൂടെ ചേർക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒത്ത് വറുത്ത പൊടിയാണ്, മീനിൻ്റെ പൊടി പോലെ. തേങ്ങയോടെ അരച്ച് ചേർത്തിട്ട് കട്ടിക്ക് വെക്കണം. കട്ടിയായിട്ട് വെക്കണം. വേണമെങ്കിൽ ഇത്തിരി വെള്ളം ചേർക്കാം. ഉപ്പ് കഴിക്കണം. ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഒഴിക്കും. വേണമെങ്കിൽ ജീരകവും ചേർക്കാം. ജീരകം ചേർക്കണ്ട, ജീരകം ചേർക്കാൻ കൊള്ളൂ. ഉളുപ്പില്ലെങ്കിൽ ഇച്ചിരി പുളി കൂടെ ചേർക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും. നല്ല തിളച്ച് വരുമ്പോൾ കട്ട് ചെയ്യാം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒഴിച്ച് ഇച്ചിരി ശകലം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇച്ചിരി കുറുകി വരുമ്പോഴത്തേക്കും വെച്ച് ഉപ്പ് നോക്കാം.
ഉപ്പും പുളിയൊക്കെ ഉണ്ട്. ഇനി വേണമെങ്കിൽ ഉലുവാപ്പൊടി വേണമെങ്കിൽ ശകലം ഒരു നുള്ള് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി നല്ല മണം കിട്ടും. എന്നിട്ട് ഇതിപ്പോൾ തിളച്ച് വന്നേ, തിളച്ച് വരണം. ചെറുതായിട്ട് പതമായിട്ട്. എന്നിട്ട് തീ കുറച്ച് വയ്ക്കും. എന്നിട്ട് ഇനിയിപ്പം ഇത് ഇറക്കി വയ്ക്കാം. ഇറക്കി വയ്ക്കും. ചെറിയ ഉള്ളി ഞാൻ നേരത്തെ ഒന്നും അരിഞ്ഞ് വയ്ക്കൂല, സമയമാകുമ്പോഴത്തേക്ക് എടുത്ത് അരിയും. വീട്ടിൽ സാധാ ചെയ്യുമ്പോൾ ഉള്ളി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരു തുള്ളി വെളിച്ചെണ്ണ. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചാലും കൊള്ളൂല. എന്നിട്ട് പാടൊന്നുമില്ല, എളുപ്പമുള്ള പണിയാണ്. കട്ടി കൂട്ടിയും വയ്ക്കാം, കുറച്ചും വയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. മാക്സിമം ഷെയർ ചെയ്യുക.